കടലിന്റെ ഓളങ്ങൾക്കൊപ്പം ജീവിതം നയിച്ചിരുന്ന രണ്ട് മുക്കുവന്മാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് മീനച്ചൻ, മറ്റേയാളുടെ പേര് പപ്പൻ. മീനച്ചൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെട്ടു. എന്നാൽ പപ്പൻ പഴയ വഴികളിൽ മാത്രം വിശ്വസിച്ചു. ഒരു ദിവസം അവരൊരു മൊബൈൽ ഫോൺ കടയിൽ പോയി. പപ്പൻ ഏറ്റവും വിലകൂടിയ ഫോൺ വേണമെന്നു പറഞ്ഞു. എന്നാൽ മീനച്ചൻ കടക്കാരനോട്, എനിക്ക് കൂടുതൽ ഫീച്ചറുകളുള്ള ഒരു ഫോൺ വേണം. അതിൽ ഗൂഗിൾ ക്ലൗഡ് എന്ന സംവിധാനം നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിന്റെ 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാനും വേണം എന്നു പറഞ്ഞു. പപ്പന് മീനച്ചൻ പറഞ്ഞത് മനസ്സിലായില്ല. കാണാൻ പോലും പറ്റാത്ത സാധനത്തിന് എന്തിനാണ് പണം കളയുന്നത് എന്ന് ചോദിച്ച് പപ്പൻ ഉറക്കെ ചിരിച്ചു. അവൻ വില കൂടിയതും എന്നാൽ സാധാരണ ഫീച്ചറുകൾ മാത്രമുള്ളതുമായ ഒരു ഫോൺ വാങ്ങി. അവർ രണ്ടുപേരും ഫോണിൽ ധാരാളം ഫോട്ടോകളും വീഡിയോകളും എടുത്തു. കടലിന്റെയും മീൻപിടുത്തത്തിന്റെയും അവരുടെ ജീവിതത്തിന്റെയും ചിത്രങ്ങൾ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മീനച്ചന്റെ ഫോണിലെ സ്റ്റോറേജ് നിറഞ്ഞു. പക്ഷേ അവൻ വിഷമിച്ചില്ല. പപ്പന്റെ ഫോണും നിറഞ്ഞു. പുതിയ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി അവൻ പഴയ ചിത്രങ്ങൾ ഓരോന്നായി ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഫോണിൽ തീരെ സ്ഥലമില്ല എന്നു പറഞ്ഞ് അവൻ പിറുപിറുത്തു. ഒരു ദിവസം അവർ മീൻ പിടിക്കാൻ പോയപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വന്നു. വള്ളം മറിഞ്ഞു. അവർ ഒരു ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷെ അവരുടെ ഫോണുകൾ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. അവർക്ക് രണ്ടുപേർക്കും വലിയ സങ്കടമായി. അടുത്ത ദിവസം അവർ മറ്റൊരു ഫോൺ കടയിൽ പോയി പുതിയ ഫോണുകൾ വാങ്ങി. മീനച്ചൻ പുതിയ ഫോൺ വാങ്ങി തന്റെ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തു. അത്ഭുതമെന്നു പറയട്ടെ, അവന്റെ എല്ലാ ഫോട്ടോകളും വീഡിയോകളും പുതിയ ഫോണിൽ തിരികെ വന്നു. അവന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. പപ്പൻ ഞെട്ടിപ്പോയി. ഇതെന്താ മായാജാലമാണോ? കുട്ടിച്ചാത്തൻ സേവയാണോ എന്ന് അവൻ ചോദിച്ചു. മീനച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊന്നും മായാജാലമല്ല, ഇതാണ് ക്ലൗഡ് സ്റ്റോറേജ്, നമ്മുടെ ഓർമ്മകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരിടം. പപ്പന് കാര്യം മനസ്സിലായി. എനിക്ക് ഏറ്റവും വിലകൂടിയ ഫോൺ വേണ്ട, ഈ സൗകര്യങ്ങളുള്ള ഒരു ഫോൺ മതി എന്ന് അവൻ പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം മനസ്സിലാക്കി പപ്പൻ ചിരിച്ചു.